ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആലോചിക്കൂ. നാളെ രാവിലെ നിങ്ങൾ ഉണരുന്നത് ₹1 പോലും കടമില്ലാത്ത ഒരാളായിട്ടാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഭാരമില്ലാത്തതായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഫോൺ ബെൽ അടിക്കുമ്പോൾ അത് കടം ചോദിക്കാനാണോ എന്ന പേടി, ഉറങ്ങാൻ കിടക്കുമ്പോൾ പലിശയെക്കുറിച്ചുള്ള ആധി, കുടുംബത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്നുണ്ട്. ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകി. കടം ഒരു തീപ്പൊരി പോലെയാണ്. അത് അണയ്ക്കാൻ നിങ്ങൾ വൈകും തോറും അത് നിങ്ങളുടെ സമ്പാദ്യത്തെ മാത്രമല്ല, നിങ്ങളുടെ സമാധാനത്തെയും കുടുംബത്തിന്റെ സന്തോഷത്തെയും ചുട്ടരിക്കും. കടമുള്ളവന്റെ പ്രാർത്ഥനകൾ പോലും പ്രപഞ്ചം കേൾക്കില്ല, കാരണം അവന്റെ മനസ്സ് ഭയത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു സുവാർത്തയുണ്ട്. ഏത് വലിയ കടക്കണിയിൽ നിന്നും കരകയറാൻ കൃത്യമായ ഒരു വഴിയുണ്ട്. അത് കേവലം സാമ്പത്തികമായ ഒരു പ്ലാൻ മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ഊർജത്തെയും മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പണം നിങ്ങളെ തേടി വരുന്നതിനെ തടയുന്ന ആ ബ്ലോക്കുകൾ എങ്ങനെ നീക്കാമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കടങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള 3 മഹാതന്ത്രങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നു. ഇത് വെറും കേട്ടുപോകാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടുതീരുമ്പോൾ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും. കടമില്ലാത്ത ആത്മവിശ്വാസമുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാണക്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടി. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ആ അവസ്ഥ എനിക്കറിയാം. രാത്രിയിൽ പലിശക്കാരന്റെ മുഖമോർത്ത് ഉറക്കം നഷ്ടപ്പെടുന്നത്, ഫോണിൽ ഒരു അജ്ഞാത നമ്പർ കണ്ടാൽ ഹൃദയമിടിപ്പ് കൂടുന്നത്, പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തുന്നത്. ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയൂ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കൂടുതൽ പണം വന്നാൽ കടം തീരുമെന്നാണ്. എന്നാൽ സത്യമതല്ല. കടം എന്നത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, അതൊരു മാനസിക അടിമത്തമാണ്. ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞു, കടം ഒരു ശത്രുവിനെ പോലെയാണ്. അവനെ പൂർണ്ണമായും നശിപ്പിക്കാത്തിടത്തോളം കാലം നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. കടം നിങ്ങളുടെ ബുദ്ധിയെയും ഭാഗ്യത്തെയും മരവിപ്പിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം മറ്റൊരാളുടെ ലാഭമായി മാറുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് കടക്കണിയിൽ നിന്ന് കരകയറാനുള്ള ഒരു യുദ്ധതന്ത്രമാണ്. ഈ വീഡിയോയിലൂടെ ചാണക്യതന്ത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാമെന്നും പോസിറ്റീവ് എനർജിയിലൂടെ സമൃദ്ധിയെ എങ്ങനെ ആകർഷിക്കാമെന്നും നമ്മൾ പഠിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ദുരിതകാലം അവസാനിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള യഥാർത്ഥ അറിവുകൾ നിങ്ങളിലേക്ക് കൃത്യസമയത്തെത്താൻ ചാണക്യ മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ പടിയാണ്. തയ്യാറെടുക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കടമില്ലാത്ത സമാധാനമുള്ള പുലരികൾ ഉണ്ടാകാൻ പോകുന്നു. നമുക്ക് ആ തന്ത്രങ്ങളിലേക്ക് കടക്കാം. തന്ത്രം 1. കടത്തെ ശത്രുവായി കാണുക. ആദ്യത്തെ തന്ത്രം നിങ്ങളുടെ ചിന്താഗതിയിലാണ്. ചാണക്യൻ പറഞ്ഞു, അഗ്നിയും കടവും ശത്രുവും. ഇവയെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നിങ്ങൾക്കറിയാമോ, നമ്മളിൽ പലരും കടത്തെ ഒരു ശീലമായി മാറ്റിക്കഴിഞ്ഞു. ഒരു ചെറിയ കടം തീർക്കാൻ മറ്റൊരു വലിയ കടം വാങ്ങുന്നു. ഇത് ഒരു ചിലന്തി വല പോലെയാണ്. നിങ്ങൾ എത്രത്തോളം കുതിർന്നുവോ അത്രത്തോളം ആ വലയിൽ കുടുങ്ങും. ചാണക്യൻ പഠിപ്പിക്കുന്നത് കടത്തെ ഒരു സാധാരണ പ്രശ്നമായല്ല, മറിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഒരു ശത്രുവായാണ് കാണേണ്ടത് എന്നാണ്. നിങ്ങൾ ഒരു കടം വാങ്ങുമ്പോൾ നിങ്ങളുടെ ഭാവിയിലെ സന്തോഷത്തെയാണ് നിങ്ങൾ വിൽക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ശാസ്ത്രപ്രകാരം എനിക്ക് കടമുണ്ട് എന്ന് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ ആ കടത്തിന്റെ ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത്. കടത്തെക്കുറിച്ച് സംസാരിക്കും തോറും കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യുക. കടത്തെ ഭയപ്പെടുന്നത് നിർത്തി അതിനെ വെറുക്കാൻ തുടങ്ങുക. ഒരു യുദ്ധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കാണിക്കുന്ന അതേ വീര്യം കടം തീർക്കാനും കാണിക്കണം. നിങ്ങളുടെ ആഡംബരങ്ങൾ, അനാവശ്യ ചെലവുകൾ, ഇവയെല്ലാം ഈ ശത്രുവിനെ സഹായിക്കുന്ന ചാരന്മാരാണ്. കടം വാങ്ങിയ പണം കൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഓരോ വസ്തുവും നിങ്ങളുടെ കഴുത്തിലെ കുരുക്ക് മുറുക്കുകയാണ് ചെയ്യുന്നത്. ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ആദ്യം അവനെ സഹായിക്കുന്നത് നിർത്തണം. ഇന്നു മുതൽ അനാവശ്യമായ ₹1 പോലും ചെലവാക്കില്ല എന്നുറപ്പിക്കുക. ആ മനോഭാവം നിങ്ങളിൽ വളരുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ഈ കെണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴികൾ കാട്ടിത്തരും. തന്ത്രം 2. മിതവ്യയത്തിന്റെ മഹാമന്ത്രം, ദ ലോ ഓഫ് ഓസ്റ്റെറിറ്റി. രണ്ടാമത്തെ തന്ത്രം ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലെ ഏറ്റവും ശക്തമായ നിയമമാണ്. ചാണക്യൻ പറഞ്ഞു, വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാക്കുന്നവൻ തന്റെ നാശത്തിന് വിത്തുപാകുന്നു. നമ്മളിൽ പലരും കടക്കണിയിൽ വീഴുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബരങ്ങൾ കടം വാങ്ങി ആഘോഷിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശാപം. മാനിഫെസ്റ്റേഷൻ ശാസ്ത്രപ്രകാരം നിങ്ങൾ പണത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പണം നിങ്ങളെ വിട്ടുപോകും. കടം തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ നിയമം പാലിക്കുക. നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കായി മാത്രം പണം ചിലവഴിക്കുക. കടം വീട്ടുന്നതുവരെ നിങ്ങൾ ഒരു സന്യാസിയെപ്പോലെ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ഓരോ രൂപയും ചിലവാക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇതെനിക്ക് അത്യാവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ? കടം വീടുന്നത് വരെയുള്ള ഈ താൽക്കാലികമായ കഷ്ടപ്പാട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന അപമാനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം കടം തീർക്കാൻ മാറ്റിവെക്കുക.
ബാക്കിയുള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾ പണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ പണം നിങ്ങളെ അനുസരിക്കാൻ തുടങ്ങും. ഓർക്കുക, ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ സമ്പന്നനാകാനുള്ള എളുപ്പവഴി കൂടുതൽ സമ്പാദിക്കുക എന്നതല്ല, മറിച്ച് ഉള്ളതിനെ ബുദ്ധിപൂർവ്വം സംരക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ചെലവുകൾ കുറയുമ്പോൾ നിങ്ങളുടെ കടത്തിന്റെ ഭാരവും കുറയാൻ തുടങ്ങും. തന്ത്രം 3. ചാണക്യന്റെ യുദ്ധതന്ത്രം, ദ സ്ട്രാറ്റജി ഓഫ് റീപേയ്മെന്റ്. മൂന്നാമത്തെ തന്ത്രം ഒരു യുദ്ധക്കളത്തിലെ സേനാപതിയെപ്പോലെ നിങ്ങൾ തീരുമാനമെടുക്കേണ്ട ഘട്ടമാണ്. ചാണക്യൻ പറഞ്ഞു, ശത്രുക്കൾ പല ഭാഗത്തു നിന്ന് ആക്രമിക്കുമ്പോൾ ഏറ്റവും ശക്തനായവനെ ആദ്യം നേരിടുക, അല്ലെങ്കിൽ ഏറ്റവും ദുർബലമായവനെ തകർത്ത് നിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക. കടം വീട്ടാൻ 2 വഴികളുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം ആദ്യം തീർക്കുക, കാരണം അത് നിങ്ങളുടെ സമ്പാദ്യത്തെ കാർന്നു തിന്നുന്ന വിഷപ്പാമ്പാണ്. രണ്ടാമത്തെ വഴി, ഏറ്റവും ചെറിയ തുകയുടെ കടം ആദ്യം തീർക്കുക. എന്തുകൊണ്ട്? ആ ചെറിയ കടം തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാനസികമായ വിജയം വലിയ കടങ്ങൾ വീട്ടാനുള്ള കരുത്ത് നിങ്ങളുടെ തലച്ചോറിന് നൽകും. ഇതിനെ ഡെപ്റ്റ് സ്നോബോൾ എന്ന് വിളിക്കുന്നു. പലരും ചെയ്യുന്ന അബദ്ധം എല്ലാ കടങ്ങളിലേക്കും കുറേശ്ശെ പണം നൽകുക എന്നതാണ്. ഇത് ഒരിടത്തും എത്താതെയുള്ള ഓട്ടമാണ്. പകരം മറ്റെല്ലാ കടങ്ങൾക്കും മിനിമം തുക നൽകിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അധികമായ ഓരോ രൂപയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ഒരു 5 ലക്ഷത്തിലേക്ക് തൊടുക്കുന്നത് പോലെ കൃത്യതയോടെ അത് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമാണ് കടം തന്നവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒളിച്ചോടാനല്ല, മറിച്ച് സത്യസന്ധമായി നേരിടാനാണ്. അവരോട് സംസാരിക്കുക, നിങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തുക, കൃത്യമായ ഒരു തിരിച്ചടവ് പ്ലാൻ അവർക്ക് മുന്നിൽ വയ്ക്കുക. നിങ്ങളുടെ സത്യസന്ധത കാണുമ്പോൾ അവർ നിങ്ങൾക്ക് സമയം അനുവദിച്ചു തരും. മനസ്സിലോർക്കുക, കടം തീർക്കാൻ നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചുവടും നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. നിങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ വിജയിപ്പിക്കാൻ വഴികൾ കണ്ടെത്തും. സുഹൃത്തുക്കളെ, കടം എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ ഒരു പാഠം മാത്രമാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ഈ തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി വിജയികൾ പിന്തുടരുന്ന ചാണക്യന്റെ നീതിശാസ്ത്രമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കടത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. പകരം നിങ്ങളുടെ കടങ്ങളെല്ലാം തീർന്ന് നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന ആ നിമിഷം ഭാവനയിൽ കാണുക. മാനിഫെസ്റ്റേഷന്റെ ശക്തി നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൂട്ടുനിൽക്കും. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ ആദ്യ ചുവട് വയ്ക്കാൻ ധൈര്യം കാണിക്കണം. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെപ്പോലെ സമൃദ്ധി ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഈ ചാണക്യ മലയാളം കുടുംബത്തിൽ നിങ്ങളും പങ്കാളിയാവുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. കടക്കിണിയിൽ ഉഴലുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ പങ്കുവെക്കുക. ഒരുപക്ഷെ അവരുടെ ജീവിതം രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. ഓർക്കുക, സൂര്യൻ അസ്തമിക്കുന്നത് നാളെ കൂടുതൽ തിളക്കത്തോടെ ഉദിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിലും ആ ഉദയം സംഭവിക്കാൻ പോകുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ശക്തമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിശബ്ദനായിരിക്കുക, ശക്തനായിരിക്കുക.